ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രാത്രിയായപ്പോഴത്തേന് ചുമ്മാ ഇരുന്നപ്പോൾ നല്ല ബോറടി തോന്നിയപ്പം വിചാരിച്ചു നമുക്ക് കൊച്ചിയിൽ ചുമ്മാതെ ഒന്ന് കറങ്ങി നടക്കാമെന്ന്. അപ്പോൾ ഞാനും ചേട്ടനും വീടൊക്കെ പൂട്ടി ഇറങ്ങി. അങ്ങനെ ഞങ്ങളുടെ യാത്രയൊക്കെ തുടങ്ങി. അപ്പം മഴയൊന്നും പെയ്യുന്നില്ലായിരുന്നു, നല്ലൊരു കാലാവസ്ഥയൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ പോയി കുറേ നേരം ഇങ്ങനെ ട്രാവൽ ചെയ്ത്, അതും ഹസ്ബൻഡിൻ്റെ കൂടെ പോകുമ്പോഴത്തേനും നല്ല രസമാണ്. അപ്പം രാത്രി റോഡിൽ വലിയ തിരക്കൊന്നും ഇല്ലെങ്കിൽ പോലും നല്ല രസമാണ് ഇങ്ങനെ യാത്ര ചെയ്യുക. അപ്പോൾ ഞങ്ങൾ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ അതുവഴിയാണ് പോണത്. അപ്പം അതാ ഞങ്ങൾക്ക് പണി കിട്ടി, പെട്ടെന്ന് മഴ പെയ്തു. പിന്നെ വേറൊന്നും നോക്കിയില്ല, സൈഡിലുള്ള ഒരു കടയുടെ അങ്ങോട്ട് പോയി നിർത്തി. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കി നിന്നപ്പം ഞാൻ മനസ്സിലിങ്ങനെ ചേട്ടനോട് പറഞ്ഞു, ഒരു ട്രെയിൻ പോയിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നു. ദാണ്ട് പോകുന്നൊരു ട്രെയിന്. അപ്പോൾ ആ ട്രെയിനെ ഇങ്ങനെ കണ്ട് ഇപ്പോഴും ഇത്രയും പ്രായമായാലും ട്രെയിനൊക്കെ കാണുമ്പോൾ ഉള്ളൊരു കൗതുകം, കുഞ്ഞു പിള്ളേരെ പോലെ അതിനെ നോക്കി ഇങ്ങനെ നിന്ന്. അങ്ങനെ ട്രെയിനും പോയി, മഴയും മാറിയപ്പോൾ പിന്നെയും ഞങ്ങളുടെ യാത്ര തുടർന്നു. അപ്പോൾ നമ്മൾ മംഗളവനം ബേർഡ് സാഞ്ചുറിയുടെ ഒക്കെ അതുവഴിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഹൈക്കോർട്ടിൻ്റെ ഒക്കെ അതുവഴി ജസ്റ്റ് ചുമ്മാ കറക്കം, എന്നോട്ടൊന്നില്ലാത്ത യാത്രയാണ് പാതിരാത്രിക്ക്. അങ്ങനെ നടന്നെന്നല്ല, അങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ സഞ്ചരിച്ച് പോകുന്ന വഴിക്ക് ഇങ്ങനെ പല ആൾക്കാരെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എങ്കിലും അതൊരു ഭയങ്കര ഒരു അനുഭവമാണ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടിയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഞങ്ങളങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടെ കുറേ ലൈറ്റൊക്കെ ഇട്ടേക്കുന്നത്. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്ന് ആ ലൈറ്റ് കാണാൻ വേണ്ടി പിന്നെ തിരിച്ച് അതുവഴി വന്നു. എന്ത് ഭംഗിയാണ്! അതായത് മഹാരാജാസ് കോളേജിൻ്റെ ഗ്രൗണ്ടിൻ്റെ ഒക്കെ അവിടെയാണ്. അപ്പം കുട്ടികൾ തന്നെ സെറ്റ് ചെയ്തേക്കുന്നത്, അവിടെ കുട്ടികളൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിരുന്നു അതുവഴി ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകാൻ വേണ്ടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരാവശ്യമില്ലാതാണ് ആ വഴി കൂടെ ഒക്കെ പോകുന്നത്, ചുമ്മാ രസം. അങ്ങനെ അതുവഴിയെല്ലാം കറങ്ങി തിരിഞ്ഞ് ലൈറ്റ് കാണാൻ നല്ല സൂപ്പറായിരുന്നു. എന്തോ ഫങ്ഷൻ അവിടെ നടക്കുന്നുണ്ടായിരിക്കാം, അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ ലൈറ്റ്. പക്ഷെ നല്ല സൂപ്പറായിരുന്നു. ഇങ്ങനെ രാത്രിയിൽ വിജനത ആയ റോഡിലൂടെ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് കിടക്കുന്നതാണ്. ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഫുള്ള് ലൈറ്റാണ്, അങ്ങ് തുടങ്ങുന്നത് തൊട്ട് അവസാനം വരെ ഇങ്ങനെ ലൈറ്റ് കിടക്കുന്നത്. സൂപ്പറായിരുന്നു. അതിങ്ങനെ കണ്ടുപോയി. അപ്പോൾ ശരിക്കും എനിക്ക് വിശക്കുന്നുണ്ട്. കാരണം ഞാൻ ഈ യാത്ര തുടങ്ങുമ്പോഴേ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് എനിക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം, നല്ല പൊറോട്ട കഴിക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഇറങ്ങിയത്. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഒത്തിരി കടകളൊക്കെ കണ്ടിരുന്നെങ്കിലും അപ്പം കഴിക്കാൻ തോന്നിയില്ല. അപ്പം ഞങ്ങളിങ്ങനെ ഇങ്ങനെ വിജനതയിലൂടെ ഇങ്ങനെ കടന്നു പോകണം. അപ്പോൾ ഈ വഴി കൂടെ പോയപ്പോൾ നല്ല സ്പെഷ്യൽ ഭയങ്കര ഫീലിംഗ് ആണ്. കാരണം കറക്റ്റ് നമ്മുടെ മറ്റേ സ്വപ്നക്കൂടിനകത്ത് പോണ്ടിച്ചേരി വെച്ച് ഉള്ള ആ ഒരു സെറ്റപ്പ് തോന്നി. പിന്നെ നേരെ ഒരു തട്ടുകട കയറി 2 പൊറോട്ടയും ബീഫ് ചാപ്സും വാങ്ങിച്ച് കഴിച്ചു. ചേട്ടൻ ഒന്നും കഴിച്ചില്ല, ഒരു കോഫി മാത്രമേ കുടിച്ചുള്ളൂ. പിന്നെ ഞങ്ങൾ പതുക്കെ വണ്ടി തിരിച്ച് നേരെ വീട്ടിൽ വന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.